കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ആൻഡ് റോബോട്ടിക് ലിവർ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിന് തുടക്കമായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് റിലീവർ പദ്ധതിയുമായി പുതിയ യൂണിറ്റ് ആരംഭിച്ചത്. നടൻ മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നിർധന രോഗികൾക്ക് ചികിത്സാ ചെലവുകൾ കുറച്ചു നൽകും. പിറന്നാൾ ദിനത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തോടെയും ആദരവോടെയുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മുമ്പും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ പല ദൗത്യങ്ങളുമായും ഞാനും വിശ്വശാന്തി ഫൗണ്ടേഷനും സഹകരിച്ചിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനമാണ്. മറ്റൊരു സന്തോഷം കൂടിയുണ്ട് നിങ്ങളോട് പങ്കിടാൻ. ഇന്ന് എൻ്റെ പിറന്നാൾ കൂടിയാണ്. കേരളത്തിൽ കരൾ രോഗം വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു. വർഷം തോറും 8,000-ലധികം പേരാണ് കരൾ രോഗം മൂർച്ഛിച്ച് പ്രതിസന്ധി നേരിടുന്നത്. ഇവരിൽ പലർക്കും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. പക്ഷേ ധാരാളം കുടുംബാംഗങ്ങൾക്ക് ഈ ചികിത്സയുടെ ചെലവ് താങ്ങാൻ പറ്റാത്തതാണ്. അവിടെയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇടപെടാൻ തീരുമാനിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സാമൂഹിക മാറ്റത്തിന് പിന്തുണയ്ക്കുകയാണ് ഞങ്ങളുടെ ദൗത്യം. ഇന്ന് ഞങ്ങൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലുമായി ചേർന്ന് സാമ്പത്തികമായി പിന്നോക്കമുള്ള അർഹരായ കുഞ്ഞുങ്ങൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകാനുള്ള ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുകയാണ്. ഈ സഹകരണം സാമ്പത്തിക സഹായത്തിനും അപ്പുറത്താണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, സർജന്മാർ, നഴ്സുമാർ തുടങ്ങി എല്ലാവരും ഉൾപ്പെടുന്ന ടീമിന് ഹൃദയപൂർവ്വം എൻ്റെ നന്ദി. വ്യക്തികളും സ്ഥാപനങ്ങളും സമൂഹവും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നു. വിശ്വശാന്തി ഫൗണ്ടേഷനെ ഈ മഹത്തായ യാത്രയുടെ ഭാഗമാക്കാൻ എൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ അനുവദിച്ചതിന് നന്ദി. കൂടുതൽ ആരോഗ്യവും കരുണയുമുള്ള ഒരു കേരളം രൂപം കൊള്ളട്ടെ. നന്ദി. ജയ് ഹിന്ദ്.